ഏട്ടത്തിക്ക് ഇതെന്താ പറ്റിയേ? ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയല്ലേ? എന്നോട് കാര്യം പറ വിവേക്, പറയ്. ഏയ് ഒന്നുമില്ല ഏട്ടത്തി. ഇനിയിപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും ആ ചെവിയിലോട്ട് കേറില്ല. ഇനി കേറിയാലും ഒന്നും മനസ്സിലാവാൻ പോണില്ല. ആ വിവേക്, പറ വിവേക്. എന്തോ പറയാൻ തുടങ്ങിയതായിരുന്നില്ലേ? പറ വിവേക്, പറ 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 പറ. ഞാൻ ആരോടെ പറയാൻ വന്നേ? വിവേക്, വിവേക് പറ വിവേക്. ആന്റി, നമ്മുടെ പ്ലാൻ വർക്കൗട്ടായി. മേഘനയുടെ അടി മുതൽ മുടി വരെ ലഹരി കയറി പിടിച്ചിരിക്കുക. ഈ മയക്കത്തിൽ അവള് സത്യങ്ങളെല്ലാം പറയും. അങ്ങനെ ഇത്രയും നാളത്തെ അവളുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയാൻ പോവുക. മഞ്ജരി, കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ത്രില്ലർ സിനിമയുടെ തിരശീല പൊങ്ങും. മേഘന അവളുടെ വയറ്റിലെ കള്ളഗർഭത്തിന്റെ സത്യാവസ്ഥ ആ സിനിമയുടെ തുടക്കത്തിൽ പുറത്തുവിടും. എന്റെ ഈശ്വര, എന്റെ സ്നേഹത്തിന് നീ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇതൊരുമാതിരി വല്ലാത്ത ഇടപാടായി പോയി. ഹലോ വിവേക്, നീ എന്താ ചെയ്തേ? ചേച്ചിയോട് നമ്മുടെ ഇഷ്ടത്തെക്കുറിച്ച് എങ്ങാനും സംസാരിച്ചോ? നീ ഇപ്പൊ ഒന്നും പറയരുത്. ഇപ്പൊ പറഞ്ഞാലും ഏട്ടത്തിയുടെ തലയിലോട്ട് അത് കേറില്ല. അതെന്താ? എന്തു പറ്റി? ചേച്ചിക്ക് എന്താ പറ്റിയേ? എന്തെന്നാ പറയണ്ടേ? ഏട്ടത്തിയും എല്ലാവരുടെ കൂടെ കൂടി ബാങ്ക് കഴിച്ചെന്നാ തോന്നുന്നത്. ഏട്ടത്തിയുടെ കാല് പോലും നിലത്തുറയ്ക്കുന്നില്ല. ഇനിയിപ്പൊ ഇന്നത്തെ ദിവസം മുഴുവൻ ആ ലഹരി തലേന്ന് ഇറങ്ങുകയില്ല. ഇപ്പൊ മനസ്സിലായോ? നമ്മളെ കുറിച്ചുള്ള ഈ രഹസ്യം പുറത്ത് പറയണ്ടെന്ന് ദൈവം പോലും ആഗ്രഹിക്കുന്നേ. അതുകൊണ്ടല്ലേ നീ കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് പോലും ഒന്നും നടക്കാത്തെ? ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് വിട്ടുകള വിവേക്, പ്ലീസ്. ഞാൻ ഫോൺ വെക്കാം. ഹേയ് ചാരു, മിഥുൻ, യുദ്ധത്തിനുള്ള ആയുധം തയ്യാറായി കഴിഞ്ഞു. പക്ഷെ ഇതൊരു ഒളിപ്പോരാണ് മിഥുൻ. ശ്രീരാമൻ ബാലിയോട് പൊരുതിയതുപോലെ.
ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് ഈ മഞ്ഞ മുഖം നല്ല പരിചയമുണ്ട്. പക്ഷെ എവിടെയാണെന്ന് മാത്രം പിടികിട്ടുന്നില്ല. പോട്ടെ വിട്. വലിയേട്ടാ, ഏട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നേ? എല്ലാരും അവിടെയല്ലേ? വന്നേ. ആന്റി, ആന്റി, ഇനിയാണ് ശരിക്കുള്ള കഥ തുടങ്ങാൻ പോകുന്നത്. മേഘനയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാക്കണം. ആന്റി ഇവിടെ നിന്നോ. ഏയ് മേഘനെ, എന്ത് പറ്റി മഞ്ജരി? എന്തിനെങ്ങനെ നിലവിളിക്കുന്ന? എന്താ മേഘനെ ഇത്? നീ എന്തൊക്കെ കാണിക്കുന്നേ? ഗർഭിണിയായിരിക്കുന്ന ഒരാള് ബാങ്ക് കഴിക്കാൻ പാടുണ്ടോ മേഘനെ? എന്താ ഇത്? എല്ലാവരുടെയും കൂടെ മേഘനി ബാങ്ക് കഴിച്ചോ? കഴിച്ച ആന്റി. അവള് ഗർഭിണിയാണെന്ന കാര്യം പോലും ഓർത്തില്ല. കൊതിമൂത്ത് അതെല്ലാം എടുത്ത് വിഴുങ്ങി. അത് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ആപത്താണെന്ന് പോലും ഓർത്തില്ല. എന്താ മേഘന ഇത്? പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നവർക്ക് കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണ്ടേ? പ്രഗ്നന്റോ? പ്രഗ്നന്റ് ആണെന്നോ? മേഘനമോളെ, എന്താ നിനക്ക് പറ്റിയത്? നിന്റെ നാവെല്ലാം കുഴയുന്നുണ്ടല്ലോ. അങ്കിളിന് ഇതുവരെ കാര്യം മനസ്സിലായില്ലേ? അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ടെന്നുള്ള കാര്യം പോലും മറന്നുകൊണ്ട് അവൾ ആ ബാങ്ക് എടുത്ത് കുടിച്ചത്. മേഘനെ, എന്താ ചോദിച്ചതിന് ഉത്തരവില്ലാത്ത? ശരിക്കും നിന്റെ വയറ്റിൽ കുഞ്ഞു വല്ലതുണ്ടോ? നീ ഒന്നും മിണ്ടായിരിക്കടി. അവളുടെ ഒടുക്കത്തൊരു ഓവർ ആക്ഷൻ. അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? അയ്യോ, ഞാൻ കണ്ടില്ലായിരുന്നു. അമ്മയോട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അമ്മയെ കാണാൻ എന്തൊരു ചന്താണെന്നറിയോ അമ്മേ? അമ്മ ഒരുങ്ങി ഇറങ്ങി വരുന്നത് കാണുമ്പോ എനിക്ക് പോലും ഭയങ്കര അസൂയ തോന്നാറുണ്ട്, അറിയോ? എന്റെ അമ്മോ, ഈ പ്രായത്തിൽ ഇത്രയും സൗന്ദര്യം ഉണ്ടെങ്കിലേ ആ കാലത്തൊക്കെ എന്തായിരുന്നിരിക്കും എന്തോ. അമ്മേ ഭയങ്കര ചുന്ദരി മണിയാ. പക്ഷെ ഉണ്ടല്ലോ അമ്മേ, ഇടയ്ക്കിടയ്ക്ക് അമ്മ ഭയങ്കര മൂശേട്ടയാ. പക്ഷെ ദേഷ്യപ്പെടാത്ത അമ്മയെ കണ്ട അമ്മയുടെ സൗന്ദര്യം അങ്ങോട്ട് ഇരട്ടിക്കും. രംഭയാണോ ഉർവശിയാണോ? മേഘനെ, നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നേ? മിഥുനേട്ടാ, വന്നേ വന്നേ വന്നേ. എനിക്കെന്ത് പറ്റാനാ? ഞാൻ അടിപൊളിയല്ലേ. നീ പൊളിയാണോ പൊളിച്ച് അടുക്കിക്കൊണ്ടിരിക്കുകയാണോ എന്നൊന്നും അറിയില്ലല്ലോ. നീ എന്തിനാ മറ്റേതെടുത്ത് കഴിച്ചത്? ഏട്ടാ, അതൊക്കെ അവിടെ നിക്കട്ടെ. മിഥുനേട്ടനോട് എനിക്ക്
ഒരു ഭീകരമായ കാര്യം പറയാനുണ്ട്. ഭീകരമായ കാര്യം എന്താ അത്? ഞാൻ എങ്ങാനും ആ പരമാർത്ഥം തുറന്ന് പറഞ്ഞാലേ നിങ്ങൾ എല്ലാവരും ഞെട്ടി തരിച്ചു പോവാ. ശരി, നീ കാര്യം പറ. അതേ ഒരു ഭയങ്കര വലിയ സത്യം. ഞാൻ പറഞ്ഞ ശേഷം ഏട്ടൻ എന്നെ വഴക്കൊന്നും പറയരുത്. ഞാനൊന്നും പറയില്ല, നീ പറ. പറയട്ടെ അച്ഛൻ, ഞാൻ പറയട്ടെ, സത്യം പറയട്ടെ. മേഘനെ മിഥുനേട്ടാ, ഹായ്, ലവ് യു. എത്ര നാളായിട്ട് ഞാൻ ഈ കാര്യം പറയാൻ കൊതിക്കുന്നതാണെന്നറിയോ? മേഘനെ, എന്തൊക്കെയാ നീ കാണിക്കുന്നത്? എനിക്കൊന്നും അറിഞ്ഞൂടാ. എനിക്ക് എന്താ പറ്റിയെന്ന് അങ്ങ് പിടിയിടുന്നില്ലെന്നേ. മിഥുൻ, നീ മേഘനെ വിളിച്ചോണ്ട് പോയി കുറച്ച് നാരങ്ങ നീര് കൊടുക്ക്. ആ തലയുടെ കെട്ട് കുറച്ചെങ്കിലും ഒന്ന് വിടട്ടെ. ശരി സുദീപ്, ചെന്നെടുത്തു. ശരി, ഇപ്പൊ കൊണ്ടുവരും. മേഘനെ വന്നേ. ഇന്ന് അവൾ ആ സത്യം എല്ലാവരുടെ മുന്നിലും തുറന്നു പറയുന്ന കരുതി. അവളുടെ വയറ്റിൽ ഒരു പുഴുവും ഇല്ലെന്ന് തെളിയോന്ന് കരുതി. പക്ഷെ നമ്മളുടെ പ്ലാൻ എല്ലാം വെള്ളത്തിലായല്ലോ ആന്റി. അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും മഞ്ജരി? നമുക്ക് മറ്റൊരു അവസരത്തിനായി കാത്തിരിക്കാം. ഇല്ല ആന്റി, ഇന്നിവിടെ രണ്ടിലൊന്ന് തെളിഞ്ഞേ പറ്റൂ. മഞ്ജരി, നീ എന്താ ചെയ്യാൻ പോന്നെ? അവള് ശരിക്കും ഇപ്പൊ ഗർഭിണിയാണെങ്കിൽ അത് കലക്കാനുള്ള പ്ലാൻ ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ അവള് പഠിക്കൂ. പക്ഷെ അതിന് ഇപ്പൊ പെട്ടെന്ന് എന്താ ചെയ്യാ? ആന്റി ഇങ്ങുവാ, ഞാൻ പറയാം. മേഘന ഈ കയറ് ശ്രദ്ധിക്കാതെ ഈ കയറി തട്ടി വീണ കമന്നടിച്ച് വീണ് പല്ലും മുഖവും ചെതറിക്കോളും. അതോടൊപ്പം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവളുടെ വയറും കലങ്ങി പോയിക്കോളും. ആന്റി, നമുക്ക് പോവാം. ഹലോ, പ്രവീൺ മാധവ്, ഞാൻ ഡോക്ടറാണ് സംസാരിക്കുന്നത്. ആ ഡോക്ടർ പറയൂ. അതിരിക്കട്ടെ, നിങ്ങൾ ആ ഇഞ്ചക്ഷൻ കൊടുത്തായിരുന്നോ? ആ ഇഞ്ചക്ഷൻ ഇപ്പൊ എന്റെ കയ്യിൽ തന്നെ ഉള്ളു. മിഥുന് സൗകര്യത്തിൽ എന്റെ കയ്യിൽ കിട്ടിയ ഒരു കുത്ത് അത്ര തന്നെ. ഈ ഇഞ്ചക്ഷൻ ശരീരത്തിൽ കയറിയ മിഥുൻ പെയർലെസ്ഡ് ആവുമെന്നുള്ളത് ഉറപ്പാണല്ലോ. അത് പിന്നെ 100% ഉറപ്പുള്ള കാര്യ. എന്നാ പിന്നെ ശരി, നിന്റെ അടുത്ത് ഇത് ശരിയാക്കാനുള്ള മരുന്നുണ്ടല്ലോ അല്ലേ? അതൊക്കെ കരുതിയിട്ടുണ്ട്. ശരിയെന്നാ, കാര്യം കഴിഞ്ഞാൽ നിന്നെ വിളിച്ചോളാം. ഇവിടെ വല്യേട്ടന്റെ ശത്രുക്കൾ ആരോ വന്നിട്ടുണ്ട്. അവര് വല്യേട്ടനെ ആക്രമിക്കാനുള്ള പ്ലാനാ.
എത്രയും പെട്ടെന്ന് ഈ കാര്യം വല്യേട്ടനെ അറിയിക്കണം. മോളെ മേഘനേ, ആ എന്താ അച്ഛമ്മേ? മോളെ നീ വന്നേ. ഒരു മിനിറ്റ് ഇപ്പൊ വരാം. സഞ്ജന, അയ്യോ സഞ്ജന, സഞ്ജന, സഞ്ജന എന്ത് പറ്റി? നീ ഇങ്ങനെ കമഴ്ന്നടിച്ച് വീണേ? സഞ്ജനെ, പെട്ടെന്ന് എങ്ങനെയാ നീ വീണു പോയത്? സഞ്ജന, എനിക്കൊന്നും പറ്റിയിട്ടില്ല ഏട്ടത്തി. പക്ഷെ എനിക്ക് ഏട്ടത്തിയോട് ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്താ സഞ്ജന? ഇവിടെ വന്നിരിക്കുന്നവരില് വല്യേട്ടന്റെ ശത്രുക്കളും ഉണ്ടെന്നാ തോന്നുന്നത്. അവര് വല്യേട്ടനെ എന്ത് ഇഞ്ചക്ട് ചെയ്യാൻ പോവാത്ര. അങ്ങനെ ചെയ്താ വല്യേട്ടൻ പാരലൈസ് ആയി പോവുന്നാണത്ര. അവരാരാണെന്നും ഇപ്പൊ എവിടെയാണെന്നും പെട്ടെന്ന് കണ്ടുപിടിക്കേട്ടത്തി. നീ പറയുന്നത് സത്യമാണോ സഞ്ജന? നീ ഇക്കാര്യങ്ങൾ എങ്ങനെ അറിഞ്ഞു? അയ്യോ, അതൊക്കെ ഞാൻ സാവകാശം ഏട്ടത്തിയോട് പറയാം. ആദ്യം അവൻ ആരാണെന്ന് കണ്ടുപിടിക്ക്. കണ്ടുപിടിച്ചില്ലെങ്കിൽ അയാള് നമ്മുടെ വല്യേട്ടനെ അപകടപ്പെടുത്തും. അയ്യോ, സഞ്ജന, എന്താ നീ പെട്ടെന്ന് ഇങ്ങനെ വീണു പോയേ? ഒന്ന് നോക്കി കണ്ടൊക്കെ നടക്കണ്ടേ? വരുന്ന വഴി കാലയിൽ എന്തോ തടഞ്ഞായിരുന്നു മോം. പെട്ടെന്ന് ബാലൻസ് കിട്ടാതെ വീണതാ മോം. ശരി, നീ എണീക്ക്. മിഥുനേട്ടാ, എന്ത് പറ്റിയതാ? എന്താ പറ്റി? എന്ത് പറ്റി മിഥുനേട്ടാ? എന്ത് പറ്റിയടാ? മോനെ മിഥുൻ, ഇയാൾക്ക് എന്താ പറ്റി? പെട്ടെന്ന് കുഴഞ്ഞു വീഴുമായിരുന്നു. പിന്നെ ഒരു അനക്കമില്ല. എന്താ പറ്റിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഡോക്ടർ. ശരി ശരി, നിങ്ങളോട് നിൽക്ക്. ബോയ്സ്, അതേക്കുണ്ടോ? മിഥുൻ,
എന്റെ മിഥുൻ മോൻ എന്താ പറ്റിയെന്ന് ഒരു പിടിയില്ലല്ലോ. അനാവശ്യമായിട്ട് ആരും ദ്രോഹിക്കാത്തവന്. ആരെ കുറിച്ചൊരു വാക്ക് വെറുതെ അനാവശ്യം പറയാറില്ല. എന്നിട്ട് എന്റെ മോനെ ആരെങ്ങനെ അപകടപ്പെടുത്തുന്ന? ഞാൻ എന്ത് പറയാനായിരുന്നേ? നീ ഇങ്ങനെ സങ്കടപ്പെട്ട ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയാ? പിന്നല്ലാതെ ഞാൻ എന്താ ചെയ്യേട്ടാ? എന്റെ മോനും ഒരു അപകടം ഉണ്ടാവരുത്. പുറത്തേക്ക് വരുമ്പോ ആ ഡോക്ടറുടെ വായിന്ന് നല്ലത് മാത്രമേ വരാവൂ. അത് കേൾക്കാൻ മാത്രം എന്റെ മനസ്സ് ആഗ്രഹിക്കുന്നത്. ഇതൊന്നും കാണാനുള്ള ശക്തിയില്ല എനിക്ക്. എത്ര വട്ടം എന്റെ മോൻ അപകടത്തിൽപ്പെട്ടത്. ഇത്തവണ എന്റെ മോനൊന്നും സംഭവിക്കാതെ പുറത്തു വരണം.